ഹായ്, നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ നമ്മുടെ ഒരു യാത്ര കൊല്ലം ജില്ലയിലെ തെന്മലയിലോട്ടാണ്. എൻ്റെ യാത്ര ആരംഭിച്ചത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചെങ്ങന്നൂർ, പുനലൂർ വഴിയാണ് ഞാൻ തെന്മലയിലേക്ക് എത്തിയത്. നേരത്തെ ഇവിടെ കൈത കൃഷിയായിരുന്നു. ഇപ്പോൾ കൈതയുടെ സ്ഥാനത്ത് ഇപ്പോൾ റബ്ബർ വെച്ചിരിക്കുന്നു തോന്നുന്നു. ഏതായാലും നല്ലൊരു കാഴ്ചയാണ്. തെന്മലയിലെ കല്ലട നദീതീരത്തുള്ള ഈ യാത്രയും നമ്മളെ വളരെ കണ്ണിന് കുളിർമ കാഴ്ചകളായിരിക്കും. ഈ റൂട്ട് പുനലൂർ, തെന്മല, ചെങ്കോട്ട റൂട്ടാണ്. ഇതിൽ KSRTC സർവീസും ഉണ്ട്. അപ്പോൾ തെന്മലയിലേക്ക് പോകുന്ന കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ അത് എവിടേക്കാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ സ്പോട്ട് ഇതാണ്. തെന്മലയിലെ മാനുകളുടെ പുനരധിവാസ കേന്ദ്രത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. തെന്മല കല്ലട നദീതീരത്തുള്ള വനപ്രദേശത്താണ് ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം കാടിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് യഥേഷ്ടം സഞ്ചരിക്കാം, ആഹാരം തേടാം. അപ്പം നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവുകയാണ്. അവിടെ ഒരാൾക്ക് 50 രൂപ ആണ് ടിക്കറ്റ് നിരക്ക്. കുട്ടികൾക്ക് ഫ്രീ പാസ്സാണ്. അപ്പം നമുക്ക് കയറി വന്ന് എൻട്രൻസ് കഴിഞ്ഞ് നേരെ റൈറ്റിലോട്ട് തിരിയുന്ന ഭാഗത്തോടെ പോകണം. അപ്പം വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. അപ്പം 2 തരത്തിലുള്ള മാനുകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് പുള്ളിമാനും ഒന്ന് മ്ലാവുമാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് മ്ലാവിനെയാണ് കാണാൻ പറ്റുന്നത്. അപ്പം സൈഡിൽ തന്നെ വന്ന് നിൽപ്പുണ്ട്. പേടിയൊന്നുമില്ല. ആൾക്കാർക്ക് യഥേഷ്ടം നല്ല രീതിയിൽ തന്നെ കാണത്തക്ക രീതിയിൽ നെറ്റിനോട് അടുത്താണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിന് തീറ്റ അവിടെ കൊണ്ടു കൊടുക്കാനൊക്കത്തില്ല, അവിടെ കിടക്കുന്ന തീറ്റ തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ഏകദേശം തന്നെ തൊട്ടടുത്ത് തന്നെ, ഏകദേശം നമുക്ക് ഇങ്ങനെ ഒരിക്കലും കാണാൻ പറ്റത്തില്ല, നമ്മുടെ ഏകദേശം കയ്യെത്തും ദൂരത്ത് തന്നെ കാണാം. കണ്ട് നമുക്ക് കുറച്ച് നേരം അതിനെ ആസ്വദിച്ചിരിക്കാം. നമ്മൾ അങ്ങ് ദൂരെയൊന്നും പോകത്തില്ല, അവിടെ തന്നെ നിൽക്കും. അപ്പോൾ അതിനകത്ത് ഏകദേശം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അടുത്ത് നിന്ന് നമുക്ക് കാണുവാൻ പറ്റും. കുറച്ച് നേരം അവിടെ നിൽക്കാം. വേറെ പ്രത്യേകിച്ചത് ശല്യമൊന്നും ഉണ്ടാകത്തില്ല, ഒരു പേടിയൊന്നുമില്ല. എല്ലാവരും കാണുന്നതുകൊണ്ടായിരിക്കും അവർ പക്ഷേ പേടിയൊന്നുമില്ലാതെ നിൽക്കുന്നത്. അപ്പോൾ അതിന് കുടിക്കാനുള്ള വെള്ളങ്ങളും തീറ്റയും ഒക്കെ യഥേഷ്ടം അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം ഇത് ഈ സൈഡിൽ തന്നെ വെച്ചുകൊണ്ടാവാം ഇതിനൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഇത്ര അടുത്തായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം ഇവിടെ നിന്ന് കുട്ടികൾക്കും മറ്റുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് നന്നായിരുന്നു ഇതിനെ കാണാം, ആസ്വദിക്കാം. അപ്പം നേരെ നമ്മൾ ഇച്ചിരി കൂടെ മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ തന്നെ കാണാം, അപ്പുറേ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും പുള്ളിമാൻ എന്ന് പറയുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഏകദേശം അതിനെയും കാണാം. അതൊക്കെ ഏകദേശം നെറ്റിനടുത്ത് തന്നെയാണ്. അപ്പോൾ ദൂരക്കാഴ്ചയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും, മാനുകളെയൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പം ഞങ്ങൾ വന്നപ്പം കുറച്ച് മാനുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ കുട്ടിയെ മാനിനെ ഞാൻ കണ്ടായിരുന്നു. അപ്പം ആൾക്കാരൊക്കെ തൊട്ടടുത്ത് നിന്നാലും മാനുകൾക്ക് അധികം പേടിയൊന്നുമില്ല. മുമ്പേ പറഞ്ഞ പോലെ തന്നെ അതിന് തീറ്റ ഈ സൈഡിലായതുകൊണ്ടാവാം, സ്ഥിരം ആൾക്കാരെയും കാണുന്നതുകൊണ്ടാവാം ഇതിനങ്ങനെ വലിയ പേടിയൊന്നുമില്ല, ഓടിപ്പോത്തൊന്നുമില്ല, സൈഡിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പം നമുക്ക് യഥേഷ്ടം അതിൻ്റെ അടുക്ക് നിൽക്കാം, അതിനടുക്ക് തൊട്ടടുത്ത് ഒന്ന് നിൽക്കുകയൊക്കെ ചെയ്യാം.
ഈ പാർക്കിൽ വരുന്നവർക്ക് കുറച്ച് നേരം വിശ്രമിക്കുവാനുള്ള സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഊഞ്ഞാലാടാനും ബാക്കിയുള്ള ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തെന്മലയിലോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് കയറാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ആനന്ദം ഉണ്ടാകുന്നൊരു കാഴ്ചകളായിരിക്കും. പിന്നെ ഇത്ര അടുത്ത് ഇവിടെ മാനുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമാണ് ഈ പാർക്ക്. അതുപോലെ തന്നെ വെളിയിൽ നിന്നുള്ള ആഹാരങ്ങൾ മാനുകൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ വീണ്ടും ഈ പാർക്കിനുള്ളിലെ ഈ ഊഞ്ഞാലും മറ്റു ഉപകരണങ്ങളിലുമൊക്കെ അവിടെ നിശ്ചയിച്ച പ്രായപരിധിയിലുള്ള കുട്ടികൾക്ക് മാത്രമേ യൂസ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ തെന്മലയിലെ ഈ മാനുകളെയൊക്കെ കണ്ട് നമ്മൾ പതിയെ തിരിച്ചു പോവുകയാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.